ഹായ് ഗൈസ്, എല്ലാവർക്കും ഹാപ്പി നാഷണൽ വുമൻസ് ഡേ. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് താനിയ മൽഹോത്ര പ്രധാന കഥാപാത്രമായി എത്തുന്ന ഹിന്ദി സിനിമ മിസ്സീസിനെ കുറിച്ചിട്ടാണ്. C5 ഫെബ്രുവരി 7 ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പടം എന്ന് പറയുന്നത് നമ്മുടെ 2021 ഇറങ്ങിയ ജിയോ ബേബി സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിന്റെ റീമേക്ക് ആണ്. ഒരുവിധം എല്ലാ സിനിമകളും എക്സാക്ട്ലി റീമേക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് സാധനം നമുക്ക് ഫ്രഷ് ആയിട്ട് കാണാൻ പറ്റും. അതായത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ നമ്മൾ കാണുന്നത് കേരളത്തിലൊരു സാധാരണ ഒരു വീട്ടിലൊരു പെൺകുട്ടി എത്തിച്ചേരുമ്പോൾ വീട്ടുകാരെങ്ങനെ ആ പെൺകുട്ടിയെ കാണുന്നു, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ആ പെൺകുട്ടിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് മാനസികമായിട്ട് ശാരീരികമായി നേരിടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നെങ്കിൽ മിസ്സീസിലോട്ട് എത്തുമ്പോൾ അത് നോർത്ത് ഇന്ത്യയിലെ ഒരു സാഹചര്യം വെച്ചിട്ട് അവരുടെ ആചാരങ്ങളും അവരുടെ രീതികളും വെച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് കാണിച്ചു തരും. അപ്പൊ ബേസിക്കലി ഇന്ത്യയിൽ മൊത്തം ഈ ഓർത്തഡോക്സ് ചിന്താഗതി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. വെച്ചാൽ പെൺകുട്ടികള് അവരെ പോയി കാണാൻ പോകുമ്പോൾ നല്ല കാര്യം അവർ പഠിക്കുന്നതും അവർ ജോലി ചെയ്യുന്നൊക്കെ വളരെ സംഭവമായിട്ടും നന്നായിട്ടും പറഞ്ഞ് കല്യാണം കഴിച്ച് വീട്ടിലെത്തുമ്പോൾ ടോട്ടലി അങ്ങനെ പറഞ്ഞ കാര്യം വരെ മറന്നുപോയിട്ട് അവർ ജസ്റ്റ് ഒരു അടുക്കളയിൽ പണിയെടുക്കുന്ന ഒരു സംഭവം മാത്രമായിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് എന്ന് പറയുന്ന സംഭവമാക്കി മാറ്റുന്ന ആ ഒരു കൾച്ചർ തന്നെയാണ് കാണിച്ചു തരുന്നത്. ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇതേ ഒരു കാറ്റഗറിയിൽ. അനുഭവം കൊണ്ടും പിന്നെ അതുപോലെ കേട്ട അനുഭവം കൊണ്ടാണ് പറയുന്നത്. വളരെ പ്രസക്തമായ ഒരു സിനിമയാണിത്. അപ്പൊ ഈ പെൺകുട്ടികളെ വീട്ടിൽ കാണാൻ പോകുമ്പോ അച്ഛനമ്മമാരുടെ കൂടെ കാണാൻ പോകുമ്പോ സംഭവമായി പറഞ്ഞു നല്ലൊരു കുട്ടിയാണ്, നമ്മൾ ഹാർഡ്ലി വെൽക്കം ചെയ്യുന്ന നല്ലൊരു ഫീലിംഗ് പെൺകുട്ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് കല്യാണം വരെ അത് നീട്ടിക്കൊണ്ടുപോവാ. എല്ലാ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടും എല്ലാ തരത്തിലും നല്ല നല്ല സംസാരം കൊണ്ടും എക്സ്ട്രീം ഡീസന്റ് ആയ ഒരു മീറ്റർ പിടിച്ച് മുന്നോട്ട് പോവാ. എന്നിട്ട് വീട്ടിൽ കയറി കല്യാണം കഴിച്ച് വീട്ടിൽ കയറിയത് ഉടനെ ഒരു കാലുമായി കല്യാണം കഴിച്ച് ലോക്കായി എന്നാണ് ഈ പുരുഷന്മാരുടെ അതുപോലെ തന്നെ പുരുഷന്മാരുടെ വീട്ടുകാരുടെയും വിചാരം. ഈ പെൺകുട്ടിക്കൊരു തോന്നുന്നു ഞാൻ പെട്ടുപോയല്ലോ, ഇങ്ങനെയല്ലല്ലോ എന്നോട് മുന്നേ കാണിച്ചത്, ഇങ്ങനെയല്ലല്ലോ എന്നോട് പെരുമാറിയത്. അപ്പൊ അവര് പറയും കുറച്ച് വളരെ നീ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഇങ്ങനെ പറയല്ലേ, എന്താ ഇതൊക്കെ സാധാരണയല്ലേ, എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു സാധാരണയാക്കുന്ന പരിപാടികളുണ്ട്. അതെല്ലാം കൂടി ഒരു സമയത്ത് നമ്മളിങ്ങനെ ട്രാപ്പിലായ ഒരു ഫീലിംഗ് കിട്ടും. ആ ഒരു സംഭവങ്ങളെല്ലാം സിനിമയിൽ നന്നായി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പെൺകുട്ടികളെ കാണുന്നത് അച്ഛനമ്മമാരെ നോക്കാനും വീട്ടിലെ പരിപാടി അതായത് അടുക്കള പണിയെല്ലാം ചെയ്യാനും അതുപോലെ ഈ ഭർത്താവിന് വെച്ചുണ്ടാക്കി കൊടുക്കാനും പിന്നെ എല്ലാ ആവശ്യങ്ങൾക്കും നിൽക്കാനുള്ള ഒരാള്. അത്രയും കാര്യങ്ങൾ ചെയ്യാൻ നമ്മളൊരു സാധനത്തിന് മേടിക്കില്ല, ഒരു ഡിവൈസിനെ വാങ്ങുമല്ലോ. അങ്ങനെ ഒരു ഡിവൈസ് ആയിട്ടാണ് ഈ പെൺകുട്ടികളെ കാണുന്നത്. ഈ വരുന്ന പെൺകുട്ടികൾക്ക് തന്നെ ഇത്രയും സ്ഥാനമുള്ളൂ. അപ്പൊ പിന്നെ അവരെ വീട്ടുകാരുടെ സ്ഥാനം പറയാനേ ഇല്ല. അവര് ജസ്റ്റ് ഡോണർ എന്ന് പറഞ്ഞ പോലെ ജസ്റ്റ് കുട്ടിയെ തരുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. ഈ വീട്ടിലിരിക്കുന്ന ഈ തലമൂത്ത കാരണവർ അതായത് ഈ ചെക്കന്റെ അച്ഛനാണ് ഇതിനെല്ലാം പ്രൈമായ ആള്. ഇയാളെ തൃപ്തിപ്പെടുത്താനാണ് ഭാര്യ ശ്രമിക്കുന്നത്, ഇയാളെ തൃപ്തിപ്പെടുത്താനാണ് മകൻ ശ്രമിക്കുന്നത്, ഇയാളെ തൃപ്തിപ്പെടുത്തണം എന്നാണ് ഈ വന്ന മരുമകളോടും എല്ലാരും പറയുന്നത്. അച്ഛനെ ഹാപ്പി ആക്കും, അച്ഛന് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഇത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലായാലും കണ്ടതാണ്. എന്ന് വെച്ചാല് പെൺകുട്ടിയോട് അച്ഛന് വേണ്ടി ഇത് ചെയ്യണം. അപ്പൊ ഈ അച്ഛൻ ഈ സ്വന്തം ഭാര്യ ഇങ്ങനെ ടൈം ചെയ്ത് അതായത് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രം, അങ്ങനെ നടത്തിക്കൊണ്ടുപോയാൽ മാത്രമേ ഈ വീട്ടിലൊരു സ്ഥാനമുള്ളൂ അല്ലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഭീഷണിയിലൂടെയാണ് ഈ കല്യാണം കഴിച്ച ചെക്കന്റെ അമ്മ തന്നെ അങ്ങനെയാണ് നിൽക്കുന്നത്, അങ്ങനെ നിർത്തിക്കുന്നത്. അപ്പം ആ ഒരു ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. വരുന്ന മരുമകൾക്ക് കൊടുക്കുന്നത് അതേ ട്രെയിനിങ് ആണ്. നീ എന്റെ മകൻ ഇങ്ങനെ നോക്കണം, മകന്റെ അച്ഛൻ ഇങ്ങനെ നോക്കണം, വീട് നോക്കിയിരിക്കുക. ഈ പുരുഷന്മാരുടെ അണ്ടറിൽ ജീവിക്കുന്ന അതാണ് ഇവരുടെ സ്ഥാനം. എന്നാൽ കിച്ചണിലാണ് സ്ത്രീകളുടെ സ്ഥാനം. എന്നാൽ ആ കിച്ചൺ മൊത്തം അവർക്ക് കൊടുക്കും, അതും കൊടുക്കൂല. അവിടെ എന്താ പ്രശ്നം, അവർക്ക് ഇത് പറഞ്ഞ് നേരെയാക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. ആ കിച്ചൺ ലീക്കായി പൊട്ടി ഒലിക്കുന്നതും അതെടുത്ത് ലാസ്റ്റ് ആ കിച്ചൺ ലീക്കായ വെള്ളം മുഖത്ത് ഒഴിക്കുന്ന സീനുകളൊക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഈ പെൺകുട്ടിയോട് ഈ ചെക്കൻ ഈ ഫിസിക്കൽ ആവശ്യത്തിനായിട്ട് പറയുമ്പോൾ പെൺകുട്ടി പറയുന്നത് ഇതൊരു മെക്കാനിക്കലായ പരിപാടിയല്ല, അതിനൊരു സ്നേഹം വേണം, അതിലൊരു ബന്ധം വേണം എന്നൊക്കെ പറയുന്ന സീനും എല്ലാം നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചെക്കൻ പറയുന്നുണ്ട് പെണ്ണിനോട് ഈ റൂളുകളൊന്നും അനുസരിക്കാൻ പറ്റുന്നില്ല, ഈ വീട്ടിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല, ഒരു സ്ഥാനം ഇല്ല പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവർ ഇൻഡയറക്ട്ലി അത് തന്നെയാണ് തുടക്കം തൊട്ട് കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് പറയുന്നത്. ഈ ഒരു സംഭവം എക്സാക്ട്ലി അതായത് കല്യാണത്തിന് മുമ്പേ എങ്ങനെയാണ്, കല്യാണം കഴിഞ്ഞപ്പോൾ എങ്ങനെ ട്രീറ്റ് ചെയ്തു, ആ മാറ്റം ഗ്രാജുവലി എങ്ങനെ ഒരു മെയ്ഡായിട്ട് ആ ഒരു പെൺകുട്ടി മാറുന്നു എന്നുള്ള ആ ഒരു ചേഞ്ച് സംഭവങ്ങളൊക്കെ കാണിച്ചൊക്കെ ഇടുവാക്കിയിട്ടുണ്ട്. അത് അവരുടെ അപ്പിയറൻസിൽ വരുന്ന മാറ്റം, അതായത് കല്യാണത്തിന് മുന്നേ ഉള്ള ആ പെൺകുട്ടിയുടെ അപ്പിയറൻസും അത് കഴിഞ്ഞ് ആ കുട്ടി ഫിസിക്കലി മെന്റലി ആകെ ടയേർഡായി എക്സോസ്റ്റഡ് ആയി മാറുന്ന മേക്കപ്പ് ചേഞ്ചുകളും എല്ലാം നന്നായി കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രസ്സിലും നിമിഷ സജയൻ ചെയ്യുന്ന റോള് ചെയ്യുന്നത് സാനിയ മൽഹോത്രയാണ്. അതുപോലെ സുരാജ് വെഞ്ഞാറമ്മൂട് ചെയ്യുന്ന ക്യാരക്ടർ നിഷാന്ത് ദഹിയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ അച്ഛന്റെ ക്യാരക്ടർ ചെയ്യുന്നത് ഡാൻ വലജിത് സിംഗ് എന്ന് പറയുന്ന ആളാണ്. അച്ഛന്റെ ക്യാരക്ടർ ഇതാണ് കിടുക്കിയിട്ടുണ്ട്. ആ ഒരു പരിക്കൻ സ്വഭാവം എന്ന് വെച്ചാൽ വാണം വെച്ച് ഞാൻ സംഭവമാണെന്ന് കാണിക്കാനും ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാനും ഉള്ള അയാളുടെ ഒരു പരാക്രമ ശ്രമങ്ങളും എല്ലാം
അത് നന്നായി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിഷ നന്നായി അഭിനയിച്ചു, സാനിയ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നോർത്തിന്റെ സാഹചര്യത്തില് സ്ത്രീകളെ എങ്ങനെ കാണുന്നു, ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയയും കൂടെ പടം തരും. എത്ര സ്ത്രീകളാണ് ഇപ്പൊ കല്യാണം കഴിച്ചതിന് ശേഷം മരിക്കുന്നത്, സ്ത്രീധനത്തെ ചൊല്ലിയും ഫിസിക്കലിയുള്ള അബ്യൂസും എല്ലാം കൊണ്ട് എത്ര സ്ത്രീകളാണ് ഇപ്പൊ മരിക്കുന്നതായിട്ട് ദിവസേന കേൾക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടില് കുത്തുവാക്കുകളും ഉപദ്രവങ്ങളും കാരണം മരിച്ചുപോയി, സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിലവർക്ക് ആ മനക്കെട്ടി ഉണ്ടാവില്ല അതിനൊന്ന് തരണം ചെയ്ത് ഒന്നുകിൽ അത് ഉപേക്ഷിച്ച് ആ ഒരു റിലേഷൻ ഉപേക്ഷിച്ച് പോവാൻ, അല്ലെങ്കിൽ അതിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ, പൂർണ്ണമായി പിന്തിരിഞ്ഞു പോകാനൊക്കെ ഉള്ള ഒരു ചിന്താഗതി പെൺകുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. ആ ഒരു സപ്പോർട്ട് എന്തായാലും ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് കിട്ടും ചെയ്യില്ല. നിങ്ങൾ ഫാമിലിയെ വിളിച്ചു ചോദിച്ച് ഇനി എന്നപ്പോ ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാരും അല്ലെങ്കിൽ എല്ലാ അച്ഛന്മാരും വീട്ടുകാരും പറയുന്നത് സഹിക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയാൻ പോകുന്നുള്ളൂ. സോ അവരുടെ ഒരു പിൻബലത്തോടു കൂടി ഒരു കാരണവശാലും ഈ പെൺകുട്ടികൾക്ക് അത്രയും അബ്യൂസീവായ റിലേഷന് പുറത്ത് ചാടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീല് കാണുന്നുണ്ട്, മാരേജിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ സത്യം പറഞ്ഞാൽ പേടിയാന്നാ പറയുന്നത്. കാരണം അങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യാൻ അവർ റെഡിയല്ല. അവരെ സർവന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരായി അവരെ സ്വയം ബാക്കിയുള്ളവർ കാണുന്നതിന് അവർ റെഡിയല്ല, ആവശ്യമില്ല. ഒരു സമയം കഴിഞ്ഞ് എനിക്കൊന്ന് പെൺകുട്ടികൾ തന്നെ പറയും എനിക്ക് കല്യാണം കഴിക്കണ്ട, എനിക്ക് പോവണ്ട, ഞാൻ എന്റെ കാര്യം നോക്കി ഞാൻ എന്റെ വീട്ടിൽ നിന്നോളും, ഞാൻ എന്റെ ജോലി ജീവിച്ചോളും എന്നുള്ള ഒരു അഭിപ്രായത്തിലോട്ട് എത്തും. ഇതൊക്കെ പറയുമെങ്കിലും ഇതൊന്നും അല്ലാതെ വളരെ നന്നായിട്ട് സ്ത്രീകളെ കാണുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെയുള്ളവരെ മാത്രം കല്യാണം കഴിക്കുക എന്നുള്ള സാഹചര്യത്തിലോട്ട് ചിലപ്പോൾ മാറാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും നല്ല നല്ല മാറ്റങ്ങൾ വരട്ടെ. സ്ത്രീകൾ ഇത് കാരണം മരണപ്പെടാതിരിക്കട്ടെ. ഇതിലും പവർഫുള്ളായി നമുക്ക് ബോൾഡായി സ്ട്രോങ് ആയി നിൽക്കാൻ പറ്റട്ടെ ഓരോ സ്ത്രീക്കും. അതിലൊരു കാര്യം കൂടി ഉണ്ട്, ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് സ്ത്രീ തന്നെയാണ്, ആരതി കടവ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പടം കണ്ടുവാ, നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടുവാ, നമ്മളെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണക്കാട്ടി അടിപൊളിയായിനോ, എങ്ങനെയുണ്ട് പടം, നിങ്ങൾ ഇതൊക്കെ അനുഭവിച്ച ആൾക്കാരാണോ, എന്തൊക്കെയാണ് സിനിമയെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്, വിമൻസ് ഡേയിൽ നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത് എല്ലാം താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ലൈക്ക് അടിക്കുന്നില്ലേ നിങ്ങൾ ആരും, ലൈക്കും കമന്റും ചെയ്യണം മറക്കല്ലേ. അപ്പൊ അത്രയില്ല, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഷെയർ നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.